നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. UCL നൈറ്റാണോ, ഇമ്പോർട്ടൻ്റ് മാച്ചാണോ, ബാഴ്സ താരങ്ങൾക്കൊരു റെഡ് കാർഡ് മസ്റ്റാ? ഇതെന്ത് ശാപമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബാഴ്സ ആരാധകർ തിരയുന്നത്. നോക്കുക, ആദ്യ ലെഗിൽ ഇവിടെ റെഡ് കാർഡ് കിട്ടി, രണ്ടാം ലെഗിലും റെഡ് കാർഡ് കിട്ടുന്നു. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. നമുക്ക് നോക്കാം, കഴിഞ്ഞ 3 ചാമ്പ്യൻസ് ലീഗ് സീസണുകളിലായിട്ട് ബാഴ്സലോണ താരങ്ങൾ വാങ്ങിക്കൂട്ടിയ 6 റെഡ് കാർഡുകൾ. 2024 PSG-ക്കെതിരെയുള്ള മത്സരം, ആ മത്സരത്തിൽ ക്വാർട്ടർ ഫൈനൽസിൽ ഒരു റെഡ് കാർഡ്, അറൗഹോയുടെ റെഡ് കാർഡാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 2024 ലീഗ് ഫേസിൽ മൊണോക്കോക്കെതിരെ എറിക്കിന് റെഡ് കാർഡ് കിട്ടുന്നു. 2025 റൗണ്ട് ഓഫ് 16 ബെൻഫിക്കയ്ക്കെതിരെ കുബാസിക്ക് റെഡ് കാർഡ്. 2025 ലീഗ് ഫേസിൽ ചെൽസിക്കെതിരെ അറൗഹോക്ക് റെഡ് കാർഡ്. 2026 ഇതൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ക്വാർട്ടർ ഫൈനൽസിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ആദ്യ പാദത്തിൽ കുബാസിക്ക് റെഡ് കാർഡ്. ഇതാ ക്വാർട്ടർ ഫൈനൽസിൽ രണ്ടാം പാദത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ എറിക്കിന് റെഡ് കാർഡ്. ഇതിൽ സെൻട്രൽ ബാക്കുമാർക്ക് റെഡ് കാർഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ബാഴ്സയുടെ ഡിഫൻസിന് അത് വല്ലാതെ പിടിച്ചുലക്കും. സമ്മർദ്ദഘട്ടങ്ങളിൽ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ബാഴ്സ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് ഈ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് കളിച്ച് ജയിക്കുക എന്നുള്ളത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പറയാം, 10 പേരായി ചുരുങ്ങിയിട്ടും ഞങ്ങളുടെ ടീം നന്നായിട്ട് തന്നെയാണ് കളിച്ചത്, നല്ല നീക്കങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയാവുന്നേ ഉള്ളൂ. കളി എതിരാളികൾ കൊണ്ടുപോകും. കാരണം ന്യൂമറിക് അഡ്വാൻറ്റേജ് ഇത്തരം മത്സരങ്ങളിൽ, ബിഗ് ഗെയിമുകളിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടോ ബാഴ്സ നിരന്തരം ഒരേ തെറ്റ് തന്നെ വരുത്തിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.